നമ്മുടെ വന്യരായ CH മുസ്തഫ മൗലവി നമ്മുടെ സദസ്സിൽ ഉണ്ട്. മടവൂർ കോട്ടയ്ക്ക് വേണ്ടി ആദരപൂർവ്വം അദ്ദേഹത്തിന് സ്വാഗതം അരുളുകയാണ്. 2 വാക്ക് സംസാരിക്കാൻ ശൈഖുനയുടെ സമ്മതപ്രകാരം CH മുസ്തഫ മൗലവിയെ ക്ഷണിച്ചുകൊള്ളുന്നു. വിവാഹത്തിലോ കുടുംബ ബന്ധങ്ങളിലോ ഒന്നും മതം ഒരു പ്രശ്നമായി വരേണ്ടതില്ല. ഇന്ന് ആര്യ വിവാഹിതയാകുന്നത് ആര്യ ഹിന്ദു മതക്കാരിയായി കൊണ്ട് തന്നെയാണ്. അലി കാർഗിൽ മുസ്ലിമായി കൊണ്ട് തന്നെയാണ് വിവാഹം നടത്തുന്നത്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നത് ഏറെ സന്തോഷം നൽകുന്ന സംഗതിയാണ്. ശൈഖുനയുടെ നിർദ്ദേശത്തിലാണ് സംസാരിക്കുന്നത്. ആര്? സർവമത സത്യവാദി മുസ്തഫ. ആര്? മറ്റേ ഹിന്ദു പെണ്ണിനെയും മുസ്ലിം ചെക്കനെയും നിക്കാഹ് കൊടുത്ത അയാള്. ആരുടെ നിർദ്ദേശത്തിൽ? ഷോഹിബുൽ ബക്കറ്റ് വില്ലേജ് മൗലവിയുടെ നിർദ്ദേശത്തിൽ. ഇവനതൊന്നല്ല, ഇവന് അപകടകരമായ ഒരുപാട് വാദങ്ങളുണ്ട്. ഇസ്ലാമിൻ്റെ ഏകദേശം വിഷയങ്ങളെ മുഴുവനും തള്ളി പറഞ്ഞാണ് അപ്പോൾ ഈ CH മുസ്തഫ. സ്വന്തമായി ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആളാ. ചില്ലറക്കാരനല്ലോ. നല്ല ബദറും മുഹദും ഒക്കെ തള്ളി പറഞ്ഞു പഹയൻ. പിന്നെ എല്ലാ വിഷയങ്ങളിലും ഇസ്ലാമിൻ്റെ ഏതെല്ലാം വിഷയങ്ങളുണ്ടോ എല്ലാം ഇവൻ സ്വന്തമായി വ്യാഖ്യാനിച്ച് ഒക്കെ തള്ളി പറഞ്ഞ ബട്ടുക്കൂസാണ് ഇവന്. CH മുസ്തഫ എന്ന് പറഞ്ഞ എന്താണ്, എല്ലാ വേദങ്ങളും ശരിയാണ്, ഖുർആനും ബൈബിളും ഒക്കെ ശരിയാണെന്ന് വാദിക്കുന്ന ആളാണ്. ഖുർആനിൽ തന്നെ ഹദീസുകളൊന്നും സ്വീകരിക്കൂല. എല്ലാ ഹദീസും പിന്നെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നാണ് അവന്റെ വാദം. ഇനി ഖുർആൻ തന്നെ അംഗീകരിക്കണത് എങ്ങനെയാണ്? നമ്മളെ മുഫസ്സിരീങ്ങൾ വെച്ച അർത്ഥത്തിലൊന്നുമല്ല, ഓന്റെ സ്വയം അർത്ഥം. കത്തലാന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധം ചെയ്യാന്നൊന്നുമല്ല, അവിടെ ശരീരത്തിന്റെ ആത്മാവിനെ സംസ്കരിക്കുക. പിന്നെ റസൂല് എന്നൊക്കെ ഖുർആനിൽ പറഞ്ഞാല് നമ്മളെ നബിതങ്ങളെ കുറിച്ചൊന്നുമല്ല, നമ്മളെ ശരീരത്തിൽ നിന്ന് തന്നെ നമ്മോട് തന്നെ പറയുന്ന ഒരു ദൂതൻ. നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മോട് കാര്യങ്ങൾ പറയില്ല ഒരു ദൂതൻ. അതാണ് റസൂൽ എന്നൊക്കെ പറഞ്ഞ അർത്ഥം. മുഹമ്മദ് നബി എന്ന് പറയുന്ന ആൾ ജീവിച്ചിരുന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടതില്ല എന്നൊക്കെ പച്ച കുഫിരിയത്ത് വാദിക്കുന്ന ആളാണ് CH മുസ്തഫ. അത് പോൽക്ക് അറിയാഞ്ഞിട്ടൊന്നല്ലോ, ഓന്റെ വീഡിയോസൊക്കെ വൈറലാണല്ലോ. ഓൽക്കല്ല അറിയാം ഓൻ അങ്ങനത്തെ ആളാണ്. അപ്പൊ എന്താണ് അതിന്റെ അവസ്ഥ? അല്ലാ, നമ്മളെ പേരോട് ഉസ്താദിനൊക്കെ പിടിച്ചു മുത്തണം. ഈ ചങ്ങായിമാരൊക്കെ എടുത്ത് പുറത്തിട്ടോണ്ട് ദീനും കാത്ത് ദുനിയാവും കാത്ത് നമ്മളെ പ്രവർത്തകരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിതിങ്ങനെ കണ്ടപ്പോ ആലോചിച്ചത് നമ്മുടെ ഉലമാക്കളുടെ ദീർഘവീക്ഷണത്തെ പറ്റിയായിരുന്നു. ഇന്ന് വരെ മുഷാവറ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളും മാറ്റേണ്ടി വന്നിട്ടില്ല. എടുത്ത തീരുമാനങ്ങൾ പിന്നെ മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. പേരോട് ഉസ്താദ് ഇടക്കിടക്ക് പറഞ്ഞ വിഷയമാണ്. സമസ്ത മുഷാവറ തീരുമാനിച്ച വിഷയം ഇന്ന് വരെ മാറ്റി പറയേണ്ടതില്ല. ഇനിയും നമുക്ക് സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ആരാണ് ഉലമാക്കൾ? അവരുടെ പവർ എന്താണ്? എന്താണ് നമ്മുടെ സമസ്തന്റെ പവർ? ഇതൊക്കെ ഇനിയും ഒരു ചാഞ്ചാട്ടല്ലാത്ത രൂപത്തിൽ ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ല, ഇനിയും ഇങ്ങനെ ചാഞ്ചാടിന് മനസ്സുകൊണ്ടാണ് നടക്കുന്നതെങ്കിൽ അത് വലിയ തൗഫീഖില്ലാത്തവനാണ് മനസ്സിലാക്കിയത്. ഈ വട്ടൂരികളെ സംഘടനയിൽ നിന്നും പുറത്താക്കി, ഒരു ദയാദാക്ഷിണ്യം കാണിക്കാണ്ട് പുറത്താക്കിയത് നമ്മുടെ ഉലമാക്കളുടെ ദീർഘവീക്ഷണമാണത്. അതിനെ മുറിച്ച് കളയണം. അതല്ലേ, ഷുഗർ വന്നിട്ട് പഴുപ്പ് വന്നു കഴിഞ്ഞാൽ മുറിച്ച് കളയും അവിടെ ഭാഗം. കാരണം അത് ശരീരത്തിന്റെ മറ്റുള്ള ഭാഗത്തേക്കും പഴുപ്പും കേടും സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കാനാണ് മുറിച്ച് കളഞ്ഞ് അവിടെ മരുന്ന് വെച്ച് കിട്ടുന്നത്.
അവനെ നമ്മുടെ ഉലമാക്കൾ ചെയ്തത്. നമ്മുടെ ഉലമാക്കൾക്ക് ശാരീരികമായി നല്ല ആഫിയത്തും മാനസികമായി നല്ല റാഹത്തും ദീർഘായുസ്സും നൽകി അള്ളാഹു ഈ ഉമ്മത്തിനെ അനുഗ്രഹിക്കട്ടെ. ഇല്ലാതെ വിഷയമല്ല. സർവമതം സത്യമാണെന്ന് പറയുന്ന ഈ കൂത്ത് ചങ്ങായിക്ക് സ്വീകരണം കൊടുത്ത് അതവും മര്യാദയും കൊടുത്ത് ഇവരാണ് മർക്കസിൽ ഇവര് വന്നു എന്നും പറഞ്ഞിട്ട് ഒച്ചുണ്ടാക്കണത്. മർക്കസ് ജാതിയാണ്. എന്താണ് നമ്മുടെ വിലമാക്കളുടെ ദീർഘവീക്ഷണം? കുറച്ചോടെ ആ വിലമാക്കള് ഈ പോത്തകത്ത് പുറത്തിട്ടുകൊണ്ട് കഴിച്ചതായി. ഇതിന്റെ ഉള്ളിൽ തന്നെ തിരപ്പം കടി കളിക്കില്ലായിരുന്നോ? ഏതോ ഒരു ചെങ്ങായന്മാരുടെ നിർദ്ദേശം, കൊട്ടൂരിന്റെ നിർദ്ദേശപ്രകാരം ഉള്ളിൽ തന്നെ ചാരപ്പണിയും തിരുപ്പപ്പണിയും നടത്തിയിരുന്നു. ാര് പറയുന്ന രഹസ്യ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സർവ കുത്തിത്തിരിപ്പ് ഉള്ളിൽ ഇരുന്നിട്ട് ഉണ്ടാക്കി. ഇവരുടെ പോക്ക് ശരിയല്ല, ഉള്ളിൽ മുഴുവൻ കാപ്പറ്റ്യമാണ്, നിഫാഖാണ് എന്നോരല്ല മക്കളെ തിരിച്ചറിഞ്ഞ് ഈ പോത്തനടുത്ത് പുറത്ത് കാട്ടും. അതുകൊണ്ട് മനസ്സിലായി, ഈ ഗ്രൂപ്പിലുള്ള സർവ്വ ആളുകൾ മനസ്സിലായിക്കോളെ, ഉലമാക്കളൊരു തീരുമാനം എടുത്താൽ അവിടെ ഉറച്ചു നിൽക്കാൻ കഴിയണം. അതാണ് ഈമാൻ. എനിക്ക് മുസ്ലിയാർ പറയലുണ്ട് എന്ന് പല ഉലമാക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ മുൻകാലത്തുള്ള ഉലമാക്കളെ പാത അതേപടി സ്വീകരിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. അങ്ങനെ തന്നെയാണ് നമ്മൾ നിലക്കേണ്ടത്. മുമ്പുള്ള ഉലമാക്കൾ എങ്ങനെയായിരുന്നു? അതുകൊണ്ട് നമ്മുടെ ഉലമാക്കളുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഫമാറ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ നവ്വറല്ലാഹു മർഖദിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹിതമായ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ദീർഘവീക്ഷണം എത്രത്തോളം ഉണ്ട് എന്ന് നാൾക്ക് നാൾ പകൽ വെളിച്ചത്തേക്കാൾ നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കുരുവട്ടൂരികൾ എന്ന് പറയുന്ന ഇബ്ലീസ് ത്വരീഖത്തുകാരെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതിന്റെ ശേഷം ആ ചവറ്റുകൊട്ടയിൽ നിന്നുകൊണ്ട് ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവരുടെ ആശയ ആദർശങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഓരോ ദിവസവും വെളിവായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇബ്ലീസിനെ വെളുപ്പിക്കാൻ നടന്ന് പറ്റിയ ഒരാളെ ഇബ്ലീസ് ത്വരീഖത്തിന്റെ ആളുകൾ കിട്ടിയിട്ടുണ്ട്. അതാണ് സാക്ഷാൽ ആധുനിക ചേകനൂർ CH മുസ്തഫ. ആരാ ഈ CH മുസ്തഫ? വിശുദ്ധമായ ഖുർആനിനെ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നയാൾ. ഇതുവരെയുള്ള മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചതിനെ മുഴുവനും തള്ളിപ്പറഞ്ഞ് സ്വന്തമായി കീശയിൽ നിന്നെടുത്ത് വ്യാഖ്യാനം കൊടുക്കുന്നയാൾ. എല്ലാ മതങ്ങളും സത്യമാണെന്ന് പറയുന്നയാൾ. ഈ അടുത്ത് പുതിയൊരു മോഡലിൽ ഒരു അമുസ്ലിമായ സ്ത്രീയെയും മുസ്ലിമായ പുരുഷനെയും ഇരുത്തിയിട്ട് പുതിയ മോഡൽ നിക്കാഹ് നടത്തിയ വ്യക്തി. നിക്കാഹിനിക്കും മറ്റുമൊന്നും മതം ഒരു പ്രശ്നമല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച വ്യക്തി. ബുഖാരി, മുസ്ലിം അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെ തള്ളിപ്പറഞ്ഞ വ്യക്തി. ഇമാമിങ്ങളെ മുഴുവനും തള്ളിപ്പറഞ്ഞ വ്യക്തി. ഇതുവരെയുള്ള ഇമാമിങ്ങൾ പഠിപ്പിച്ച വിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളെയും ചരിത്ര സംഭവങ്ങളെയും മുഴുവനും തള്ളിപ്പറഞ്ഞ് സ്വന്തമായി വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച വ്യക്തി. തനി കുഫ്രിയത്തിന്റെ ആശയങ്ങളുമായി കടന്നു വന്ന വ്യക്തി. ബഹുമാനപ്പെട്ട സയ്യിദ്ന മുആവിയ റളിയല്ലാഹു അൻഹു പച്ചക്ക് ചീത്ത വിളിച്ച വ്യക്തി. ആ വ്യക്തിയെയാണ് കുരുവട്ടൂരികൾ സ്വീകരിച്ച് ആനയിച്ച് അവരുടെ മജ്ലിസിലിരുത്തി ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേകം പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നത്. കുരുവട്ടൂരികളെ മറുപടി പറയണം. കുരുവട്ടൂരികളുടെ ഇബ്ലീസ് ത്വരീഖത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലനാകുന്ന കോമാട്ടുചാൽ അബ്ദുള്ള അവിടെ ഇരിക്കുന്നുണ്ട്. മറ്റുള്ള സകല കുരുവട്ടൂരി ശൈത്താൻ കുട്ടികളോടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മുന്നിലാണ് ആ അനൗൺസ്മെന്റ് ചെയ്യുന്ന വ്യക്തി കോമാട്ടുചാൽ അബ്ദുള്ള എന്ന് പറയുന്ന ഏറ്റവും വലിയ അപ്പോസ്തലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, ഷെയ്ഖുന നമുക്ക് ദ്വാർക്കും. ആ ഷെയ്ഖുനയുടെ സമ്മതപ്രകാരം CH മുസ്തഫ മൗലവിയെ പ്രസംഗിക്കാൻ ക്ഷണിക്കാണ്. ഏതായി ഷെയ്ഖുന? കോമാട്ടുചാൽ അബ്ദുള്ള. ആ അബ്ദുള്ളന്റെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തെ പ്രസംഗിക്കാൻ വിളിക്കുന്നത്. നേരത്തെ ഒരു സമയം കുറച്ചു മുമ്പ് ഈ CH മുസ്തഫ ഈ മടവൂർ കോട്ടയിൽ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട പേരുടെ ഉസ്താദ് ശക്തമായി പ്രസംഗിച്ചിരുന്നു. അന്ന് ഈ കുരുവട്ടൂരികൾ അതിനെ നിഷേധിച്ച് പ്രസംഗിച്ച ആളുകളാണ്. എല്ലാം നമ്മളെ കയ്യിലുണ്ട്. കുരുവട്ടൂരികൾ മറുപടി പറയണം. CH മുസ്തഫ നിങ്ങൾക്ക് സ്വീകാര്യോഗ്യനാണോ?
CH മുസ്തഫ ഇവിടെ കൊണ്ടുവന്ന ആശയങ്ങളും ആദർശങ്ങളും വിശുദ്ധമായ ഖുർആനിന്റെ സ്വന്തമായ വ്യാഖ്യാനങ്ങളും മുഫസ്സിറുകളെയും മഹാന്മാരായ മുഹദ്ദിസീങ്ങളെയും എല്ലാം തള്ളിപ്പറഞ്ഞതും എല്ലാം നിങ്ങൾക്ക് സ്വീകാര്യോഗ്യമാണോ? എന്നു മുതലായി നിങ്ങൾക്ക് സ്വീകാര്യോഗ്യമായത്? മറുപടി പറഞ്ഞേ പറ്റൂ. എന്നിട്ട് CH മുസ്തഫ മൗലവി സ്വീകരിച്ചിരുത്തിയിട്ട് പ്രസംഗിക്കാൻ ക്ഷണിക്കുക. ഷെയ്ഖ് ഉളുപ്പുണ്ടല്ലോ ഗുരുവട്ടൂരികളെ, നിങ്ങൾ ഇപ്പം യഥാർത്ഥ ഇബ്ലീസിന്റെ അനുയായികളായി മാറിയിരിക്കുകയാണ്. ഇബ്ലീസിനെ വെളുപ്പിക്കാൻ നടന്ന ഇബ്ലീസിന്റെ സ്വന്തം അനുയായികളായി മാറിയിരിക്കുന്നു നിങ്ങൾ.